വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെ നില ഗുരുതരമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മതിയായ ചികിത്സ സർക്കാർ ഉറപ്പുവരുത്തും. രക്ഷിതാക്കളെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അപ്പം മറ്റ് 6 പേരും ഇപ്പോൾ മെഡിക്കൽ കോളേജിലുണ്ട്. അതിൽ ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ പരിക്കുകളില്ല. ബാക്കി 5 പേരിൽ 2 പേർക്ക് നേരിയ പരിക്കുകളുണ്ട്. എന്നാൽ 3 പേർ വെന്റിലേറ്റഡ് ആണ്. 3 പേരിൽ ഒരാൾക്ക് ശസ്ത്രക്രിയ ചെയ്തിരുന്നു, ബ്രെയിൻ സർജറി ചെയ്തിരുന്നു. ഒരാൾക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചറാണ് ഉള്ളത്. ആ 3 പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. അപ്പോൾ മെഡിക്കൽ ബോർഡ് ചേർന്നുകൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, കൃത്യമായ ട്രീറ്റ്മെൻറ്റ് നൽകപ്പെടുന്നുണ്ടോ എന്നുള്ളതും ഇനി എന്തെങ്കിലും ചെയ്യണമോ എന്നുള്ളതും എല്ലാ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാം HOD-മാർ തന്നെ പ്രിൻസിപ്പലിൻ്റെയും സൂപ്രണ്ടിൻ്റെയും സാന്നിധ്യത്തിൽ, അതുപോലെ ജോയിൻറ്റ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ വിശ്വനാഥനും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ എവിടെ കിട്ടുന്ന ചികിത്സയും സാധ്യമായ ചികിത്സ ഇവിടെ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ 6 പേരാണ്, 5 പേർ കഴിഞ്ഞ് 6 പേരാണ് ഉണ്ടായിരുന്നത്. ഒരാൾക്ക് പരിക്കുകളില്ല. ബാക്കി 5 പേര് ട്രീറ്റ്മെൻറ്റിലാണ്. മറ്റ് 6ാമത്തെ ആൾക്കും ഒരു മാനസിക പിന്തുണ ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ടെന്ന് കരുതുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്. 3 പേരാണ് വെന്റിലേറ്റഡ് ആയിട്ട് ഉള്ളത്.